കെറ്റാമെലോൺ എന്ന പേരിൽ ഡാർക്ക്നെറ്റ് വഴി കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച കേസിൽ പിടിയിലായ എഡിസണെയും സുഹൃത്ത് അരുൺ തോമസിനെയും റിമാൻഡ് ചെയ്തു. ഇരുവരെയും കസ്റ്റഡിയിൽ കിട്ടാൻ NCB ഉടൻ അപേക്ഷ നൽകും. മുസിന അസോ കൂടുതൽ വിവരങ്ങൾ നൽകും. മുസിന, ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? ദിവസമാണ് കെറ്റാമെലോൺ എന്ന പേരിൽ ഡാർക്ക്നെറ്റ് വഴി കേരളത്തിലേക്ക് വൻതോതിൽ രാസലഹരി എത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ NCB കസ്റ്റഡി എടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലിൽ എഡിസന്റെ സുഹൃത്ത് മൂവാറ്റുപുഴ സ്വദേശിയായ മറ്റൊരു യുവാവിനെ കൂടി കസ്റ്റഡി എടുക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം കൂടുതൽ, അതായത് ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇതിന്റെ കണ്ണികളായിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകുക. എന്താണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായ ഒരു സംഗതിയാണ്. അതായത് വൻതോതിൽ രാസലഹരി കേരളത്തിലേക്ക്, അതുപോലെ തന്നെ ഇന്ത്യയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലടക്കം ഇത് വിനിമയം കൈമാറ്റം ചെയ്യാനൊക്കെ വലിയ രീതിയിൽ ഈ ഡാർക്ക്നെറ്റ് ശൃംഖല വഴി ഈ മലയാളിയായ എഡിസൺ ചെയ്തിരുന്നു എന്നതടക്കമുള്ള വലിയ കണ്ടെത്തലുകൾ തന്നെയാണ് NCB ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല വിവിധ രീതിയിൽ എത്തിച്ച രാസലഹരി ഉൾപ്പെടെയുള്ള പലതും എഡിസന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശൃംഖല വഴി പലരെയും പിടികൂടാൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അന്വേഷണത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം കൂടുതൽ പേരിലേക്ക് അന്വേഷണം സമീപിക്കാനും കൂടുതൽ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡി എടുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മനീഷ.